ഞങ്ങൾ റിലേഷൻഷിപ്പിലായ നാൾ മുതൽ ഞങ്ങൾ ഒരുമിച്ച് കണ്ട ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് ഒരുമിച്ച് പറ്റുന്നത്ര സ്ഥലങ്ങൾ കാണുക എന്നുള്ളത്. അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്നത് കേട്ടോ. മിഡിൽ ഈസ്റ്റിൻ്റെ മറ്റൊരു അത്ഭുതം തന്നെ പറയാം. ദുബായ് ക്രീക്കിൻ്റെ തീരത്ത് തുറന്നു വച്ചൊരു പുസ്തകം പോലെ തല ഉയർത്തി നിൽക്കുന്ന മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറി. ഈ വലിയ ലോകത്തെ അറിവുകളെല്ലാം ഒരു കുടക്കീയിൽ ഒളിപ്പിച്ചു വെച്ചൊരിടം. വെറുമൊരു ലൈബ്രറി അല്ല കേട്ടോ ഇത്. 7 നിലകളിലായി പടർന്നു കിടക്കുന്ന അറിവിൻ്റെ മഹാസമുദ്രം. 10 വ്യത്യസ്ത വിഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ. വിവിധതരം ലൈബ്രറികൾ, കഫേ, ഓഡിറ്റോറിയം, സ്റ്റഡി റൂം, കോൺഫറൻസ് റൂം, എക്സിബിഷൻ, AI സംവിധാനങ്ങൾ അടക്കമുള്ള ഒരു ലൈബ്രറി. ഇതിനകത്ത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരിടം ഇതാണ്, ചിൽഡ്രൻസ് ലൈബ്രറി. ചിൽഡ്രൻസിന് കളിക്കണമെങ്കിൽ കുറച്ച് കളിക്കാനുള്ള സൗകര്യവും അവർക്ക് വായിക്കണമെങ്കിൽ വായിക്കാൻ ഒരുപാട് നല്ല പുസ്തകങ്ങളും ഒക്കെ ഉള്ളൊരിടം. കുട്ടികൾ അവരുടെ ഇഷ്ടത്തോടെ അറിവുകൾ നേടുന്നൊരിടം. ഇവിടെ പാരൻസിനും വർക്കിംഗ് സ്പേസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ ബുക്ക് ലവേഴ്സിൻ്റെയും ഒരു സ്വപ്നമായിരിക്കും ഇങ്ങനത്തെ ഒരു ലൈബ്രറി എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു സ്പേസിൽ വന്നിരുന്ന് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടാത്തവർ വരെ റീഡിങ് ഇഷ്ടപ്പെട്ടു പോകുന്നൊരിടം. ദുബായിലുള്ളവർ അപ്പോൾ ഈ ഫെസിലിറ്റീസ് ഒന്നും മിസ് ഔട്ട് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പുസ്തകങ്ങൾക്ക് പുറമെ കുട്ടികൾക്കൊരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ആക്ടിവിറ്റി ബുക്കും കളറിംഗ് പേപ്പറും കളർ പെൻസിൽസ് വരെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇറങ്ങിപ്പോകുന്നത് ബീച്ചിലേക്കല്ല കേട്ടോ. ഈ ലൈബ്രറിയുടെ ഓപ്പൺ റീഡിംഗ് സ്പേസ് ആണ്. ഇവിടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കാം, ഭക്ഷണം കഴിക്കാം, നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാനുള്ളൊരു സ്ഥലം. മീറ്റിംഗ് റൂംസും കോൺഫറൻസ് ഹാൾസൊന്നും ഒന്നൊന്നുമല്ല, ഒരുപാട് മീറ്റിംഗ്സ് അറ്റ് എ ടൈം അവിടെ നടക്കുന്നുണ്ട്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓരോ ക്യാബിനിലിരുന്ന് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എല്ലാ നാട്ടിലും ഇങ്ങനെയുള്ള ലൈബ്രറികൾ വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ ഉച്ചവരെ അവിടെ സ്പെൻഡ് ചെയ്ത് അവിടുന്ന് ഫുഡും കഴിച്ച് ഇനി ഞങ്ങൾക്ക് ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ റൂമിലെത്തണം. നമ്മളെ കൂട്ടാൻ ഒരാൾ വരുന്നുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളുടെ മറ്റ് ദുബായ് വിശേഷങ്ങൾ കാണാനായി ഫോളോ ചെയ്ത് കൂടാൻ മറക്കല്ലേ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.